Hello, welcome back to Heaven of Storyteller. വേദ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്നു. അവൾ ആകെ വല്ലാതെയായി. ദർശ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെറും ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. ദർശ ആകെ തകർന്നിരുന്നു. ഒട്ടും പറ്റാത്ത അവസ്ഥ. വേദയില്ലാതെ ഒരു നിമിഷം പോലും കഴിയില്ല എന്നവനിപ്പോൾ അറിയാം. വേദയുടെ സ്പർശം, ശബ്ദം, അവളുടെ പ്രസൻസ് ഒന്നുമില്ലാതെ ദർശന് ജീവിക്കാൻ കഴിയില്ല എന്നപ്പോൾ. ആരോടും സ്നേഹമില്ലാതെ, ജീവിക്കാൻ പോലും ആഗ്രഹമില്ലാതെ നടന്ന ആ പഴയ ദർശൻ അവൻ മരിച്ചുപോയി. ഇപ്പോഴുള്ള ദർശന് സ്നേഹമാണ് വലുത്, സന്തോഷമാണ് വലുത്. ദൈവവും വേദയും ഒപ്പമുള്ള സമയങ്ങൾ, ആ ജീവിതം അവൻ ഓരോ നിമിഷവും മനസ്സിൽ കൂട്ടിക്കൂട്ടി. അവനിൽ അത്രയും മോശമായി ഉണ്ടായിരുന്ന സ്വഭാവത്തെ പോലും മാറ്റി ശാന്തനും സൗമ്യനുമായി മാറിയിരിക്കുന്നു ദർശ്. ആ ഓർമ്മയിൽ ദർശ് ഒന്നുകൂടെ വേദയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ കെട്ടിപ്പിടുത്തവും ഹാർട്ട് ബീറ്റും വേദ അറിയുന്നുണ്ടായിരുന്നു. അവൻ അനുഭവിക്കുന്ന വേദനയെല്ലാം തന്നെ. അതിനാൽ തന്നെ വേദ പതിയെ ദർശിൽ നിന്നും തല മാറ്റിക്കൊണ്ട് ഭിത്തിയിലേക്ക് ചാടിയിരുന്നു. ദർശ് അവളുടെ ആ പ്രവൃത്തിയിൽ ആകെ വല്ലാതെയായി. അത്രയും നേരം അവൾ ചേർന്നിരുന്ന ആ നെഞ്ചിൽ അവളുടെ വല്ലാത്ത അവളുടെ സ്പർശം അറിഞ്ഞ ഭാഗം അവന് പൊള്ളാൻ തുടങ്ങി, കണ്ണുകൾ ഈറനാകാനും. പക്ഷെ വേദിയുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളില്ലായിരുന്നു. അവളുടെ മുഖം എന്തൊക്കെയോ തീരുമാനിച്ച രീതിയിലായിരുന്നു. അതിനാൽ തന്നെ ദർശ് തന്റെ മനസ്സ് തുറക്കാൻ ശ്രമിച്ചു. വേദ. ദർശിന്റെ വിളിയിലെ സൗമ്യത അറിഞ്ഞ വേദ അവനെ ആലോചനയോടെ നോക്കി. ദർശ അവളുടെ കൈ തന്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട്, വേദ, നിനക്ക് ഞങ്ങളെ വിട്ടു പോകാതിരുന്നൂടെ? നിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കാം, എല്ലാത്തിനും ഒപ്പം ഞാൻ നിൽക്കാം, പ്ലീസ്. ദർശിന്റെ വാക്കുകളിലെ വേദനയും ഉറപ്പുകളും അറിഞ്ഞ വേദ സംശയത്തോടെ ചോദിച്ചു. മനസ്സിലായില്ല? ശരിയാ, മനസ്സിലാകില്ല. ഈ എന്നെ എനിക്ക് പോലും എന്റെ സ്വഭാവം ഇങ്ങനെ ആയതിൽ വേദ ഞാൻ നിന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ വേദ അവന്റെ ചുണ്ടുകൾ കൈകൊണ്ട് മറച്ചിട്ട് അരുത് എന്ന പോലെ പറഞ്ഞു തുടങ്ങി. വേണ്ട സർ, അത് പറയണ്ട. എന്റെ മനസ്സിൽ ആ പ്രണയം ഇപ്പോൾ ഇല്ല. ആ പ്രണയം സർ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം മരിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് ദർശ് കുറ്റബോധത്തോടെ അവളെ നോക്കി. വേദ നിറയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട്, വേണ്ട സർ, എനിക്ക് പഴയ വേദയാകണ്ട. എനിക്ക് മുന്നോട്ട് പോകണം. ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ? എനിക്കെന്റെ പാസ്റ്റ് മറക്കണം. ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ദിവസങ്ങൾ മറക്കണം. എൻ്റെ സ്വപ്നം എനിക്ക് സ്വന്തമാക്കണം. ഇങ്ങനെ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ കൊല്ലുന്നു. പക്ഷെ എനിക്ക് ജീവിക്കാൻ തോന്നുന്നു. എൻ്റെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട്. ഞാൻ ഏതൊരവസ്ഥയിലും മുന്നോട്ട് പോകാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ചതാണ്. അതെനിക്ക് നേടണം. ഇങ്ങനെ വർഷങ്ങളായി ഞാൻ ജീവിക്കുന്ന കൂട്ടിൽ നിന്നും എനിക്ക് പുറത്തു വരണം. എനിക്ക് ശ്വാസം വിടണം. വേദ വിറച്ചുപോയി. അവളുടെ വേദനകളും അവൾ അനുഭവിച്ച വിഷമങ്ങളും അവളുടെ മനസ്സും തുറന്നു പറയാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. അവൾ അനുഭവിച്ച വേദനയുടെ ഒരു തുള്ളി പോലും അവന്റെ മുന്നിൽ അവൾക്ക് തുറന്നു പറയാൻ കഴിയാൻ പറ്റാത്തതിനാൽ തന്നെ വേദ വല്ലാതെ തകർന്നുപോയി. അവൾ തന്നെ നോക്കി തകർന്നിരിക്കുന്നവനോട്, ഞാൻ പറയുന്നത് ഇത്രത്തോളം സാറിന് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ പല കാര്യങ്ങളും എനിക്കുള്ളിലുണ്ട്. സർ പറയുന്നത് പോലെ നിങ്ങൾക്കൊപ്പം ജീവിച്ചാൽ ഞാനത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷെ അതിന് വേണ്ട. സർ മറ്റുള്ളവർ പറയുമ്പോൾ അല്ല ഞാൻ ചിരിക്കേണ്ടത്, ഞാൻ സന്തോഷിക്കേണ്ടത്, ജീവിക്കേണ്ടത്. ഇതെല്ലാം എനിക്ക് വേണ്ടിയാകണം. എനിക്ക് ചിരിക്കണം, കരയണം, സന്തോഷിക്കണം. അതിന് ഞാൻ പോയേ പറ്റൂ. ഒരു വീക്ക് അതിനുള്ളിൽ എനിക്ക് പോകണം കാനഡയ്ക്ക്. അതിന് സാറിനെ ഹെൽപ്പ് ചെയ്യണം. വേദ അവന്റെ മുന്നിൽ താഴ്മയോടെ പറഞ്ഞു.
പക്ഷെ ദർശ് അവനവളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ വേദയെ വിട്ടുകൊടുക്കാൻ പറ്റാത്തതുപോലെ തന്റെ ജീവിതം അവളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നത് അവനും മനസ്സിലായതിനാലാകണം ദർശ അപേക്ഷയോടെ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് അത്രമേൽ അവൾക്ക് മുന്നിൽ താണുകൊണ്ട്, വേദ, പോകാതെ ഇരുന്നോടെ എന്നെ വിട്ട്. വേദ, നിന്നെ ഞാൻ അറിയാതെ പോലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. പ്ലീസ്, തെറ്റുപറ്റിപ്പോയി. പൊറുക്കാനോ മറക്കാനോ കഴിയാത്ത ഒന്ന് തന്നെയാണ്, എനിക്കറിയാം. പക്ഷെ എനിക്ക് സെൽഫിഷ് ആകാൻ തോന്നുക. വേദ, ആദ്യമായാണ് ഈ ദർശ് ഒരാളുടെ മുന്നിൽ ഇങ്ങനെ. പ്ലീസ്, നിന്റെ കിച്ചുവല്ലേ ഞാൻ. എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചവളാണ് നീ. ഇനിയും എന്നെ വിട്ടുപോകാൻ കഴിയുമോ നിനക്ക്? അവൾ അവന്റെ കണ്ണുകളിലും അവന്റെ നെഞ്ചിൽ അവൻ ചേർത്ത് പിടിച്ച് അവളുടെ കൈകളിലേക്ക് നോക്കി നിറകണ്ണുകളോടെ. കഴിയും. ആ ഒരു രാത്രി മതി എനിക്ക് ഇതിൽ നിന്നുമെല്ലാം പോകാൻ. അവളുടെ വാക്കുകളിൽ ഉറപ്പും താൻ ചെയ്ത തെറ്റും ഒരേ നിമിഷം മനസ്സിലായതിനാലാകണം ദർശൻ നെഞ്ചോട് ചേർത്ത് വെച്ച വേദയുടെ കൈകളെ അവൻ പതിയെ വിട്ടു. അവന്റെ കൈക്കുള്ളിൽ നിന്നും വേദയുടെ കൈ താഴേക്ക് വീണു. വേദ അവനെ നോക്കി. എന്നിട്ട്, പ്ലീസ് സർ, എനിക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെടണം. സാറിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ? അതിന് പ്രത്യുപകാരമായി എനിക്കിത് ചെയ്തു തന്നൂടെ? ദർശു മറുപടിയില്ലാതെ അവളെ നോക്കി. എന്നിട്ട് പതിയെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. വേദ അവനിൽ നിന്നും അടരാനും പോയില്ല. ഇരുവരും പരസ്പരം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ദർശന് തന്റെ പ്രണയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലും വേദയോ തന്റെ പ്രണയത്താൽ തകർന്നുപോയ മനസ്സുമായി ഇരിക്കുകയാണ്. നിമിഷങ്ങൾ കടന്നുപോയി. കാറ്റിന്റെ സൗമ്യമായ ഭാവം അവരിലേക്ക് പടർത്തിക്കൊണ്ടേയിരുന്നു. കാറ്റിന്റെ ആ ശക്തിയിൽ, സൗമ്യതയിൽ വേദയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൾ പോലും അറിയാതെ ദർശനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൾ മയങ്ങാൻ തുടങ്ങി. ദർശു മയങ്ങിപ്പോയ വേദയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പല ആലോചനയിലുമായിരുന്നു. അതിന്റെ ഫലമായി അവന്റെ മുഖത്തെ സൗമ്യത മാറി നിഗൂഢമായ ഭാവം തെളിയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തതുപോലെ. പിറ്റേന്ന് രാവിലെ വേദ കണ്ണു തുറക്കുമ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റത് ബെഡിൽ തന്നെയാണ്. ദർശായിരിക്കും അവൾ അവിടെ കൊണ്ട് കിടത്തിയത് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. മനസ്സിൽ തലേ ദിവസത്തെ കാര്യങ്ങൾ വന്നുപോയെങ്കിലും അവളെ വേദനിപ്പിക്കുന്ന നിറഞ്ഞ കണ്ണുകൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞുവെങ്കിലും അവൾ പതിയെ കണ്ണുകൾ അടച്ച് തന്റെ തീരുമാനത്തിൽ നിന്നും ഒരു തുള്ളി പോലും മാറാതെ ഇരിക്കാൻ അവളുടെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. വേദ എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചുറ്റുമൊന്ന് നോക്കി. അവന്റെ ഫയലുകളും മറ്റും ലാപ്ടോപ്പും എല്ലാം അവിടെ കാണാത്തതിനാൽ ദർശ ബംഗ്ലാവിൽ ഇല്ല എന്നുറപ്പായി. എന്നാലും വേദയെ ഉറപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി നോക്കി. അവിടെ വാഹനവും കാണാത്തതിനാൽ വേദയ്ക്ക് മനസ്സിലായി അവൻ അവിടെ ഇല്ല എന്ന്. പിന്നെ അവൾ ഒരുപാട് സമയം കളയാൻ നിന്നില്ല. വേഗം കുളിക്കാനും മറ്റും പോയി. കുളിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ അവളുടെ മനസ്സിനെ, അവളുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നത് പോലെ അവളുടെ ഉള്ളിലേക്ക് ആ നിറഞ്ഞ കണ്ണുകൾ കടന്നു വന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് എന്നത്തെ പോലെ ദേവുവുമായി അവരുടെ പ്രിയപ്പെട്ട ഗാർഡനിൽ ഇരിക്കുകയാണ് വേദ. കാനഡയിലേക്ക് പോവുകയാണ് എന്ന കാര്യം ദേവുവിനോട് പറയുകയും അതറിഞ്ഞ നിമിഷം മുതൽ ദേവു നിറഞ്ഞ കണ്ണുകളോടെ വേദയോട് പോകരുത് എന്ന് അപേക്ഷിക്കുകയാണ്. വേദയും ദേവുവിന്റെ കണ്ണുനീരിലാകെ തളർന്നു പോയിരുന്നു. എന്നാലും വേദ അവളുടെ കണ്ണുകൾ തുടച്ച് തന്നോട് ചേർത്ത് നിർത്തിയിട്ട് പതിയെ പറഞ്ഞു, ദേവു, കരയാതെ, പ്ലീസ്. ഏട്ടത്തേക്ക് പോകാതെ ഇരുന്നതേ, പ്ലീസ്, എനിക്ക് വയ്യ ഇനിയും ഒറ്റയ്ക്കാകാൻ. ദേവുവിന്റെ വാക്കുകൾ കേട്ടതും വേദയുടെ മുഖത്ത് കുറച്ച് ഗൗരവം വന്നു. അവൾ ദേവുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ദേവു, മോള് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കറിയാം ഞാനില്ലാത്ത നിമിഷം നിനക്ക് വേദനകൾ ഉണ്ടാകും. പക്ഷെ ആ വേദനകളെ നീ തരണം ചെയ്തേ പറ്റൂ. നീ ഒരു പാവം കുട്ടിയല്ല. ഓർമ്മയുള്ള കാലം മുതൽ നീ ഫേസ് ചെയ്ത കാര്യങ്ങൾ അത്ര ചെറുതല്ല. ഈ കുറച്ചു മാസങ്ങൾ കൊണ്ട് നിനക്ക് തിരികെ വരാൻ പറ്റിയത് ഞാൻ കാരണമല്ല ദേവു.
തിരികെ വരണം എന്നൊരാഗ്രഹം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ഇനി ഇനി നിനക്കൊരു കൂട്ട് വേണ്ട. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ശ്രമിക്കേ. നിന്നെ ചിറക് വിടർത്താൻ ഞാൻ പഠിപ്പിച്ചു. ഇനി പറക്കേണ്ടത് നീയാണ്. ഇനി ഏട്ടത്തിയുടെ കൈകൾ മോളെ പിടിക്കില്ല. പക്ഷേ വീണു പോകാതെ ചേർത്ത് പിടിക്കാൻ നിനക്കൊരു ബലമുള്ള കൈകളുണ്ട്. നിന്റെ ഏട്ടന്റെ കൈകളെ പിടിച്ച് പറന്നു തുടങ്ങും. ജീവിതത്തിലെ എല്ലാം മറന്നു തുടങ്ങും. എന്നിട്ട് ചേട്ടന്റെ മനീയത്തിൽ മുന്നോട്ടൊരു ജീവിതങ്ങൾ കണ്ടെത്താൻ ആർക്കു വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങളും ജീവിതമോ ത്യാഗം ചെയ്യരുത്. ഇത് ഏട്ടത്തി മോൾക്ക് തരുന്ന ഒരു വലിയ ഉപദേശം തന്നെയാണ്. ഇത് മോള് മനസ്സിൽ വെക്കണം. ഈ ഒരു വാക്കുകൾ നിനക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും ഒരു ഊർജം തന്നെയായിരിക്കും. അത് വെറും വാക്കുകളല്ല, ഏട്ടത്തി അനുഭവിച്ച ജീവിച്ച എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. വേദയുടെ വാക്കുകളിലെ സത്യവും അത് താൻ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് എന്ന് ദേവോന് മനസ്സിലായിട്ടും അവൾ പതിയെ തലയാട്ടിക്കൊണ്ട് വേദയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ദേവോനും വേദയില്ലാതെ ഒരു നിമിഷം പോലും കഴിയില്ല എന്ന് അവളും തിരിച്ചറിയാൻ തുടങ്ങി. തുടരുന്നു. പിന്നെ നിങ്ങളോട് സത്യമാണ് എനിക്ക് ഭയങ്കര നന്ദിയും പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ കഥ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ സജഷൻസ് പറയുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമ്മുടെ കഥയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. പിന്നെ വേദയും ദർശവും ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റി ഞാനും ആലോചിച്ചു. നമുക്ക് അവരൊരുമിച്ച് നിൽക്കട്ടെ, പ്രണയം കൊണ്ട് വേദയ്ക്ക് വേദയുടെ മുറിവിന് ദർശന്റെ പ്രണയം ഒരു മരുന്നാകട്ടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. പക്ഷെ നമ്മുടെ സ്റ്റോറിയിൽ എല്ലാ തവണയും ഒരു നായിക അങ്ങനെ തളർന്ന് എല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു പാവം, അതല്ലാതെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കി. വേദ ഒരുപാട് അനുഭവിച്ചതല്ലേ. അവളുടെ പ്രായം എല്ലാം കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അവൾ അനുഭവിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും വേദ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വേദ ചെയ്തു തീർത്തു. ഇനി വേദ ഒന്ന് പറക്കട്ടെ. ഇപ്പോൾ അവളുടെ മുറിവുകളെല്ലാം മറന്ന് അവൾക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അവൾ തിരിച്ചു വരട്ടെ. കാത്തിരിക്കാൻ ദർശന് കഴിയുമെങ്കിൽ അവരൊന്നാകട്ടെ, അല്ലേ? അപ്പം അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം.